ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇൻകം ഫ്രം അതർ സോഴ്സസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നെക്സ്റ്റ് ക്ലാസ് ആണ്, പാർട്ട് 2 ഇൻകം ഫ്രം അതർ സോഴ്സസ്. കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ ഇൻകം ഫ്രം അതർ സോഴ്സസിൻ്റെ അണ്ടറിൽ ചാർജബിൾ ആവുന്ന ഇൻകംസ് നമ്മൾ കണ്ടു. അതിൽ കുറച്ച് ഇൻകംസൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു. ഇനി കുറച്ചും കൂടി ഇൻകംസ് അതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുവരെ ഇൻകം ടാക്സിൽ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സസിൻ്റെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ മുകളിൽ ഐകാർഡ്സിലെ നോട്ടിഫിക്കേഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ ക്ലാസ്സസും കംപ്ലീറ്റ് കണ്ടിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് ഇൻകമാണ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ചാർജബിൾ ഇൻകംസ് അണ്ടർ ദിസ് ഇൻകം ഫ്രം അതർ സോഴ്സ് ഹെഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഇൻട്രസ്റ്റ് എങ്ങനത്തെ ഇൻട്രസ്റ്റ് ആണ്? സെക്യൂരിറ്റീസിൽ നിന്നും ലഭിക്കുന്ന ഇൻട്രസ്റ്റ്. അങ്ങനെ ഒരു എസ്എസ്സിക്ക് സെക്യൂരിറ്റീസിൽ നിന്നും എന്തെങ്കിലും ഇൻട്രസ്റ്റ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇൻകമായിട്ട് ഇൻകം ഫ്രം അതർ സോഴ്സസിൻ്റെ അണ്ടറിലാണ് ചാർജബിൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് സെക്യൂരിറ്റീസ് എന്ന് നോക്കാം. നമുക്കറിയാവുന്ന ടേമാണ് സെക്യൂരിറ്റീസ് എന്നുള്ളത്. എന്താണ്? ഇറ്റ് മീൻസ് ഡോക്യുമെൻറ്റ്സ് ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് ഓർ കമ്പനീസ് ഫോർ റേസിംഗ് ഫണ്ട്സ് ഫ്രം ദ പബ്ലിക്. അതായത് ഗവൺമെൻറ്റ്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനീസിനോ അവരുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ അവരുടെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ സെക്യൂരിറ്റീസ് മേ ബി ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഓർ എനി അതർ ഇൻസ്ട്രുമെൻറ്റ്സ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഷെയർസ്, ബോണ്ട്, ഡിബഞ്ചേഴ്സ് അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് സെക്യൂരിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഫ്രം സെക്യൂരിറ്റീസ് ആർ ടാക്സബിൾ അണ്ടർ ദിസ് ഹെഡ്. അപ്പോൾ അങ്ങനെയുള്ള സെക്യൂരിറ്റീസിൽ നിന്നും കിട്ടുന്ന ഇൻട്രസ്റ്റ് അതായത് നമ്മളിപ്പോൾ ഒരു കമ്പനി സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പബ്ലിക്ക് മേടിക്കുമ്പോൾ പബ്ലിക്കിനാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ പബ്ലിക്കാണ് ഒരു എസ്എസ്സി എന്നുണ്ടെങ്കിൽ ആ എസ്എസ്സിക്ക് കിട്ടുന്ന, അതായത് ഈ ഒരു സെക്യൂരിറ്റീസിൽ നിന്നും കിട്ടുന്ന ഇൻട്രസ്റ്റ് എസ്എസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻകമാണ്. ആ ഇൻകം ടാക്സബിൾ ആവുന്നത് അല്ലെങ്കിൽ ചാർജബിൾ ആവുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസിൻ്റെ അണ്ടറിലാണ്. ക്ലിയർ? അപ്പോൾ എന്താണ് സെക്യൂരിറ്റീസ് എന്നെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഈ സെക്യൂരിറ്റീസ് 4 ടൈപ്സ് ഉണ്ട്. 4 ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അപ്പോൾ നമുക്കിത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇത് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റി ആണ്, ടാക്സ് ഫ്രീ ആണ്. അതായത് ഇതിൽ നിന്നും, ഈ ഒരു സെക്യൂരിറ്റീസിൽ നിന്നും ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. ഓക്കെ, അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 15 പ്രകാരം ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ നിന്നും ലഭിക്കുന്ന ഇൻട്രസ്റ്റ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, ടാക്സ് ഫ്രീ ആണ്. ഓക്കെ, ഇനി ഈ ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒരുപാട് ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. അത് ഫോർ ഓൾ എസ്എസ്സി, എല്ലാ എസ്എസ്സിസിനും ഉള്ളതുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ ആൻഡ് HUFന് മാത്രം എക്സ്ക്ലൂസീവ്ലി കുറച്ചെണ്ണം ഉണ്ട്. അപ്പോൾ എസ്എസ്സി എന്ന് പറയുമ്പോൾ എല്ലാവരും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, അതാണ് താഴെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഫോർ ഓൾ എസ്എസ്സിസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 12 years National Saving Annuity Certificates, National Defense Gold Bond 1980, Special Bearer Bond 1991, Treasury Saving Deposit Certificates, Post Office Cash Certificates, National Certificates, then National Plan Saving Certificates, Post Office National Saving Certificates, Post Office Saving Bank Account, Post Office Cumulative Time Deposit Account, Fixed Deposit Scheme governed by a Government Saving Certificates, that is Fixed Deposit Rule 1968. Then Special Deposit Scheme 1981,
പബ്ലിക് അക്കൗണ്ട് ഇൻ പോസ്റ്റ് ഓഫീസ് അത് അപ് ടു ₹5,000 വരെ എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ദെൻ ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട് 1999, then bond issued by local authority and specified by the central government. അപ്പോൾ ഇത്രയും നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഫോർ ഓൾ എസ്എസ്സീസ്. ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം ക്വസ്റ്റ്യനിൽ നമ്മൾ ഐറ്റംസ് തരുമ്പോൾ മിക്സ്ഡ് ആയിട്ടാണ് തരിക. ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഗവൺമെൻറ് ഉണ്ടാവും, ടാക്സബിൾ ഗവൺമെൻറ് ഉണ്ടാവും, നോൺ ഗവൺമെൻറ് ആയിട്ടുള്ളതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ ടാക്സ് ഫ്രീയിൽ 2-3 ഐറ്റംസ്, ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ 2-3 ഐറ്റംസ് ആ ക്വസ്റ്റ്യനിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാണ്ട് ആ എമൗണ്ട് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുത്തെഴുതാനായിട്ട് പാടില്ല. അപ്പോൾ അതിനാണ് ഏതൊക്കെയാണ് ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒരു ധാരണ ഉണ്ടായിരിക്കണം. കാണാണ്ട് പഠിക്കണം എന്നല്ല പറയുന്നത്, ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഫോർ ഇൻഡിവിജ്വൽസ് ആൻഡ് HUFന് മാത്രമായിട്ടുള്ള കുറച്ച് സെക്യൂരിറ്റീസ് ഉണ്ട്. അതായത് ഇൻട്രസ്റ്റ് ഓൺ 7% ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബോണ്ട്, ഇൻട്രസ്റ്റ് ഓൺ 8% റിലീഫ് ബോണ്ട്, ഇൻട്രസ്റ്റ് ഓൺ 6.5 സേവിങ് ബാങ്ക് അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ നോട്ടിഫൈഡ് ബോണ്ട് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് പബ്ലിക് സെക്ടർ കമ്പനീസ്. അപ്പോൾ ഇത്രയും, അതായത് ഇതിൽ നിന്ന് ഇങ്ങനെയുള്ള സെക്യൂരിറ്റീസിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അത് ഫോർ ഇൻഡിവിജ്വൽ ആൻഡ് HUFന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് പഠിക്കുക, മനസ്സിലാക്കി വയ്ക്കുക. ഏതൊക്കെയാണ് ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഫോർ ഓൾ SSC ആൻഡ് ഫോർ ഇൻഡിവിജ്വൽ ആൻഡ് HUF എന്നുള്ളത് ക്ലിയർ ആക്കുക. എങ്കിലാണ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ നമ്മൾ സെക്യൂരിറ്റീസിൽ ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത് വരുന്നതാണ് 4 ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അതിൽ സെക്കൻഡ് ടൈപ്പാണ് ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഇതും ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. നോക്കാം, ഇതിന് ടാക്സബിൾ സെക്യൂരിറ്റീസ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞത് ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ആയിരുന്നു. ഇത് ടാക്സബിൾ സെക്യൂരിറ്റീസ് ആണ്, ഇഷ്യൂഡ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ വേറൊരു പോയിന്റ് വന്നിട്ട് നോ ടാക്സ് ഈസ് ടു ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, ഹെൻസ് ഇൻട്രസ്റ്റ് ഓൺ സച്ച് സെക്യൂരിറ്റീസ് വിൽ നോട്ട് ബി ഗ്രോസ്ഡ് അപ്പ്. ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസിന് TDS ഇല്ല, സോഴ്സിൽ നിന്നും ടാക്സ് നേരത്തെ തന്നെ ഡിഡക്റ്റ് ചെയ്ത് കളയില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രസ്റ്റ്, ആ സെക്യൂരിറ്റീസിൽ നിന്നും കിട്ടുന്ന ഇൻട്രസ്റ്റിനെ ഗ്രോസ് അപ്പ് കാണേണ്ട ആവശ്യമില്ല. ഗ്രോസ്ഡ് അപ്പ് ഒക്കെ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ ലോട്ടറി ഇൻകത്തിൻ്റെ മുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് അടുത്ത ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസിലൊന്നും കൂടി നമ്മൾ കാണും. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റിൽ തരുമ്പോൾ അത് ടാക്സബിൾ സെക്യൂരിറ്റീസ് ആണ്, പക്ഷേ ഗ്രോസപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ ഗ്രോസപ്പ് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. അത് ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ഇത്രയും പോയിന്റ് മനസ്സിലാക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ആണ് ടാക്സ് ഫ്രീ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഇതെന്താ? ഇഷ്യൂ ചെയ്യുന്നത് ലോക്കൽ അതോറിറ്റീസ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ് ആൻഡ് കമ്പനീസ് ഇൻ ദ ഫോം ഓഫ് ബോണ്ട് ആൻഡ് ഡിബഞ്ചേഴ്സ്. അതായത് ബോണ്ട് ആൻഡ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ ലോക്കൽ അതോറിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റിൽ തരാണെന്നുണ്ടെങ്കിൽ അത് ലെസ് ടാക്സ് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അതിനാണ് ആ പോയിന്റ് തന്നിട്ടുള്ളത്. ഇഷ്യൂ ചെയ്യുന്നത് ആരൊക്കെയാണ്? ലോക്കൽ അതോറിറ്റീസ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്, കമ്പനീസ്. അത് എന്തിൻ്റെ ഫോമിലാണ്? ബോണ്ടായിട്ടോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ആയിട്ടായിരിക്കും ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടാക്സ് റേറ്റ് വരുന്നത് 10% ആണ്. 10% ഓഫ് ടാക്സ് ഈസ് ടു ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇവിടെ ലെസ് ടാക്സ് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ TDS ഉണ്ട്. 10% TDS കുറച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു സെക്യൂരിറ്റീസിൻ്റെ മുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് നമുക്ക് റിസീവ് ആവത്തുള്ളൂ.
അപ്പോൾ ഓൾറെഡി അവിടെ ഫസ്റ്റ്ലി ഗവൺമെൻറ് ടാക്സ് എടുത്തിട്ടാണ് നമുക്ക് ബാക്കിയുള്ള എമൗണ്ട് തരുന്നത്. അതിൻ്റെ പെർസെൻറ്റേജ് വന്നിട്ട് 10% ആണ്. സോ ഇവിടെ TDS ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഗ്രോസ് അപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. TDS ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഗ്രോസ് അപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. ആ ഇക്വേഷൻ താഴെ പറഞ്ഞിട്ടുണ്ട്. നമുക്കെങ്ങനെയാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ ഈക്വൽ ടു ഗ്രോസ് ഇൻട്രസ്റ്റ് എമൗണ്ട് മൈനസ് 10% TDS ഓൺ ഗ്രോസ് എമൗണ്ട്. അതായത് നമുക്ക് ഇൻട്രസ്റ്റ് 1 lakh റുപ്പീസാണ് സപ്പോസ് ചെയ്യുക. 1 lakh റുപ്പീസാണ് ഇൻട്രസ്റ്റ് ലഭിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 1 lakh ഇൻട്രസ്റ്റ് കിട്ടിയിട്ട് TDS അതിൻ്റെ മുകളിൽ 10% ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര എമൗണ്ടാണ് റിസീവ് ചെയ്യുന്നത്? 90,000, 90,000. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ കറക്റ്റ് അല്ലേ? ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്രോസ് എമൗണ്ടിൽ നിന്നും 10% ഓഫ് TDS ഓൺ ഗ്രോസ് എമൗണ്ട് ലെസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് റിസീവ് ചെയ്യുന്നത്, കയ്യിലേക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 90% അല്ലേ? 100% ടോട്ടൽ. അതിൽ 10% TDS ആയിട്ട് കഴിഞ്ഞാൽ ബാക്കി 90% എന്താണ്? ഇൻട്രസ്റ്റ് എമൗണ്ട് റിസീവ്ഡ്. ക്ലിയർ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഗ്രോസ് ഇൻട്രസ്റ്റ് എമൗണ്ട് എങ്ങനെ കാണുന്നത്? ഗ്രോസ് ഇൻട്രസ്റ്റ് എമൗണ്ട് ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 90. ഓക്കെ, കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ലോട്ടറി ഇൻകത്തിൽ 30% ആയിരുന്നു TDS. അങ്ങനെയെങ്കിൽ ഗ്രോസ് ലോട്ടറി ഇൻകം കാണാനായിട്ട് ലോട്ടറി ഇൻകം റിസീവ്ഡ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 70% ലോട്ടറി അല്ലേ നമുക്ക് റിസീവ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കേസിൽ ടാക്സ് ഫ്രീ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് TDS 10% ഉള്ളത് കൊണ്ട് തന്നെ ഗ്രോസ് അപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റിൽ നെറ്റ് എമൗണ്ട് ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആഫ്റ്റർ ഡിഡക്ഷൻ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും ഗ്രോസ് അപ്പ് ചെയ്യണം. ഗ്രോസ് അപ്പ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഗ്രോസ് ഇൻട്രസ്റ്റ് എമൗണ്ട് ഇസ് ഇക്വൽ ടു നെറ്റ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 90. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നാലാമത്തെ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ആണ് ലെസ് ടാക്സ് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഇതും നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ TDS ഉണ്ട്, ടാക്സ് ഇസ് ടു ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. പക്ഷേ ഇവിടെ നിർബന്ധമായും ഗ്രോസ് അപ്പ് കാണേണ്ടതില്ല. അതിൻ്റെ കേസസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് ക്വസ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഗ്രോസ് അപ്പ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഡ്യൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഗ്രോസ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, എമൗണ്ട് എടുത്തെഴുതിയാൽ മതി. അപ്പോൾ ഇൻട്രസ്റ്റ് ഡ്യൂ എന്ന് പറയുമ്പം എമൗണ്ട് ഇൻവെസ്റ്റഡ് ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റിസീവബിൾ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റിൽ ചിലപ്പം ആക്ച്വൽ ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ് റിസീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഗ്രോസ് അപ്പ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് വേണം അക്കൗണ്ടിലോട്ട് കാണിക്കാനായിട്ട്. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഡ്യൂ എന്ന് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഗ്രോസ് അപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് 4 ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ടാക്സ് ഫ്രീ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ലെസ് ടാക്സ് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് ഇൻകം നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക്സ് അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ ലിസ്റ്റ് ഓഫ് ചെയ്തപ്പോൾ ഫോർ ഓൾ SSCയിൽ ലിസ്റ്റ് ഓഫ് ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു ഐറ്റം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ എക്സംഷനാണ് ഇവിടെ പറയുന്നത്. എക്സംപ്റ്റ് ടു ദ ഫോളോയിങ് ലിമിറ്റ്. ഇവിടെ പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് അക്കൗണ്ടിൽ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അപ് ടു 3,500 റുപ്പീസ് വരെ ടാക്സിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്. അതിൽ കൂടുതലായാൽ മാത്രം ടാക്സ് പേ ചെയ്താൽ മതി. ഇനി ജോയിൻ്റ് അക്കൗണ്ടാണ്, ഒന്നിൽ കൂടുതൽ ഇൻഡിവിജ്വൽസ് ഹോൾഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടാണ് ഈ ജോയിൻ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ജോയിൻ്റ് അക്കൗണ്ട് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അപ് ടു റുപ്പീസ് 7,000 വരെ
ടാക്സ് എക്സംപ്റ്റഡ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ഇനി രണ്ടാമത് വരുന്നത് റോയൽറ്റി റിസീവ്ഡ്. ഇവിടെ റോയൽറ്റി റിസീവ്ഡ് ടാക്സബിൾ ആയിട്ടുള്ളൊരു ഇൻകമാണ്. പക്ഷേ എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് ഏർണിംഗ് എ ഇൻകം ആർ ഡിഡക്റ്റബിൾ. അതായത് ഈ റോയൽറ്റി റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, റോയൽറ്റി എന്ന് പറഞ്ഞത് റോയൽറ്റി റിസീവ്ഡ് അതൊരു ഇൻകമാണ്. ആ ഒരു ഇൻകത്തിനെ കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു എക്സ്പെൻസസ് ഇൻകർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിഡക്റ്റബിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇൻകം ഫ്രം മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഫ്രം നോട്ടിഫൈഡ് മ്യൂച്വൽ ഫണ്ട്സൊക്കെ ടാക്സിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്. ക്ലിയർ? സോ നമ്മൾ ടൈപ്സ് ഓഫ് ഇൻകംസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ടി ഡി എസിനെ പറ്റി പറഞ്ഞു. ടി ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പേഴ്സൺ ഇൻകം ഏൺ ചെയ്യുമ്പം അത് ഗവൺമെൻറ് ഓൾറെഡി ടാക്സ് പിടിച്ചതിന് ശേഷം അയാൾക്ക് ടാക്സ് കഴിഞ്ഞിട്ടുള്ള ഇൻകം അയാൾക്ക് റിസീവ് ചെയ്യുക, അതാണ് ടി ഡി എസ്. അതായത് എവിടുന്നാണോ ഇൻകത്തിൻ്റെ സോഴ്സ് എവിടുന്നാണോ ആ സോഴ്സിൽ നിന്ന് തന്നെ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് എസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന് കൊടുക്കുന്നത് ടി ഡി എസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ടി ഡി എസ് അപ്ലിക്കബിൾ അല്ലാത്ത കുറച്ച് കേസസ് ഉണ്ട്. ഫോളോയിങ് ഈസ് നോട്ട് ബി ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അപ്പോൾ ഈ പറയുന്ന ഈ താഴെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതൊന്നും ടി ഡി എസ് അല്ല, ടാക്സ് സോഴ്സിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാത്തതായിട്ടുള്ള ഐറ്റംസ് ആണ്. ഫസ്റ്റ് വൺ എന്താ? ഗവൺമെൻറ് ബോണ്ട്സ് ആൻഡ് സെക്യൂരിറ്റീസ് നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ബോണ്ടും സെക്യൂരിറ്റീസും ഇതൊന്നും ടി ഡി എസ് അല്ല. ഓക്കെ, then 7 years national saving certificates, then debentures issued by cooperative societies or public sector company or any other institutions so notified. ഈ നോട്ടിഫൈഡ് എന്നൊക്കെ പറയുമ്പോൾ മിക്കതും ടി ഡി എസ് ഉള്ളതായിരിക്കില്ല. കോർപ്പറേറ്റീവ് സൊസൈറ്റിയോ പബ്ലിക് സെക്ടേഴ്സോ മറ്റേതെങ്കിലും കമ്പനീസ്, പബ്ലിക് സെക്ടർ കമ്പനീസ് മറ്റ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോട്ടിഫൈഡ് ആയിട്ടുള്ള ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ടി ഡി എസ് ഇല്ല. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലിസ്റ്റഡ് ഡിബഞ്ചേഴ്സ് ഇഫ് ദ എമൗണ്ട് ഡസ് നോട്ട് എക്സീഡ്സ് ₹2,500. അതായത് ലിസ്റ്റഡ് ഡിബഞ്ചേഴ്സ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് 2,500 രൂപേനേക്കാൾ കൂടുതൽ അല്ല എങ്കിൽ അവിടെ ടി ഡി എസ് ഇല്ല. 2,500 കൂടുതലാണെന്നുണ്ടെങ്കിൽ ടി ഡി എസ് ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് നോട്ട് എക്സീഡിങ് ₹10,000. അതായത് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അത് 10,000 കൂടുതൽ അല്ല എങ്കിൽ ടി ഡി എസ് ഇല്ല. ദെൻ ലാസ്റ്റ് വൺ ഇസ് വിന്നിങ് ഫ്രം ലോട്ടറി എക്സെട്ര ഇഫ് ദ എമൗണ്ട് ഡസ് നോട്ട് എക്സീഡ്സ് ₹10,000. അത് നമ്മൾ ലോട്ടറിയുടെ കേസിൽ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ലോട്ടറി സാധാരണ ടി ഡി എസ് ഉണ്ട്. ലോട്ടറിക്ക് നമുക്ക് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ലോട്ടറിയുടെ എമൗണ്ട് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമുക്കിനിപ്പോൾ ഇൻ കേസ് ലോട്ടറി 10,000 രൂപയേക്കാൾ കുറവാണ് ലോട്ടറി അടിക്കുന്നതെങ്കിൽ അവിടെ ടി ഡി എസ് ഇല്ല. ഓക്കെ, 10,000 രൂപയിൽ കുറഞ്ഞ ലോട്ടറി ആണ് എന്നുണ്ടെങ്കിൽ ടി ഡി എസ് ഇല്ല. അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ മാത്രം ടി ഡി എസ് കൊടുത്താൽ മതി. ഇനി ഇൻ ദി കേസ് ഓഫ് ഹോഴ്സ് റേസ് ആണെന്നുണ്ടെങ്കിൽ ഹോഴ്സ് റേസിൽ വിൻ ചെയ്തിട്ടുള്ളത് 5,000 രൂപയേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടി ഡി എസ് ഇല്ല. അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ മാത്രം ടി ഡി എസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ടി ഡി എസ് അപ്ലിക്കബിൾ അല്ലാത്ത, ടി ഡി എസ് ഇല്ലാത്ത ഐറ്റംസാണ് നമ്മളിപ്പോൾ കണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം ടി ഡി എസ് അപ്ലിക്കബിൾ അല്ലാത്ത ഐറ്റംസ് ഏതൊക്കെയാണ് ഒന്ന് 2-3 ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് എഴുതി വെക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് പറയുന്ന ഡിഡക്ഷൻസ് അലൗവബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇൻകം ഫ്രം അതർ സോഴ്സസിൽ അലൗഡ് ആവുന്ന ഡിഡക്ഷൻസ് ആണ് നെക്സ്റ്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് ആണ്. ക്വസ്റ്റ്യനിൽ ഈ വല്ല ഐറ്റംസും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഡക്റ്റ് ചെയ്തിരിക്കണം ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ഫോളോയിങ് ഡിഡക്ഷൻസ് ക്യാൻ ബി മെയ്ഡ്. ഫസ്റ്റ് വൺ എന്താ? എനി റീസണബിൾ സം പെയ്ഡ് ബൈ വേ ഓഫ് കമ്മീഷൻ ഓർ റിമുണ്ടറേഷൻ ടു എ ബാങ്ക് ഓർ ടു എനി അതർ പേഴ്സൺ ഫോർ ദ പർപ്പസ് ഓഫ് റിയലൈസിങ്
സച്ച് ഇൻകം ഓൺ ബിഹാഫ് ഓഫ് ദ അസസി. അതായത് അസസിക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അസസിയുടെ ബിഹാഫിൽ ഏതെങ്കിലും ഇൻകംസ്, ഏത് വഴി വരുന്ന ഇൻകംസും റിയലൈസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാങ്കിന് ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു റിമുണറേഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇത്ര 2% ഓഫ് റിമുണറേഷൻ അല്ലെങ്കിൽ കമ്മീഷൻ ബാങ്ക് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ബാങ്കിന് പേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏൺ ചെയ്തിട്ടുള്ള എല്ലാ ഇൻകത്തിൻ്റെ മുകളിലും 2% നമ്മൾ കാണണം. എന്നിട്ട് അതെന്ത് ചെയ്യാം, നമുക്ക് ഡിഡക്റ്റ് ചെയ്ത് കളയാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് ആ സമയത്ത് പറയാം, അപ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. അപ്പോൾ ബാങ്കിന് പേ ചെയ്തിട്ടുള്ള കമ്മീഷൻ ഓർ റെമുണറേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, അസസിക്ക് വരുന്ന ഇൻകംസ് റിയലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൻ ഫോർ ദ പർപ്പസ് ഓഫ് പർച്ചേസിങ് ടാക്സബിൾ സെക്യൂരിറ്റീസ്. ടാക്സബിൾ സെക്യൂരിറ്റീസ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോണിൻ്റെ ഇൻട്രസ്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ദ എമൗണ്ട് ക്രെഡിറ്റഡ് ബൈ ദ എംപ്ലോയർ ടു ദ എംപ്ലോയീസ് അക്കൗണ്ട് ബിഫോർ ദ ഡ്യൂ ഡേറ്റ് to any provident fund if the employee's contribution to the fund is treated as an income. എംപ്ലോയീസിൻ്റെ അക്കൗണ്ടിലോട്ട് എംപ്ലോയർ ഫണ്ട് ക്രെഡിറ്റ് ചെയ്യാണ്, എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യാണ്. എങ്ങനെയാണത്, ബിഫോർ ദ ഡ്യൂ ഡേറ്റ്, ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് എംപ്ലോയിയുടെ അക്കൗണ്ടിലോട്ട് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യാണ്. ടു എനി, അതായത് പ്രൊവിഡൻറ്റ് ഏതെങ്കിലും പ്രൊവിഡൻറ്റ് ഫണ്ടിലോട്ടും ആവാം. അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടെ ഡിഡക്ഷൻസ് അലൗഡ് ആണ്. എംപ്ലോയറാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എംപ്ലോയിയുടെ അക്കൗണ്ടിലോട്ട് എങ്കിൽ ഡിഡക്ഷൻ അലൗഡ് ആണ്. പക്ഷേ എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷൻ ആണ് എങ്കിൽ അത് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ, എംപ്ലോയിയുടെ ഫണ്ടാണ് അത്, എംപ്ലോയിയുടെ അക്കൗണ്ടിലോട്ട് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യാം. പക്ഷേ എംപ്ലോയിയുടെ സ്വന്തം കോൺട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഇൻകം ആയിട്ടായിരിക്കും എടുക്കുക. ദെൻ ഫോർത്ത് വൺ, ഇൻ ദ കേസ് ഓഫ് ഇൻകം ഫ്രം ലെറ്റിംഗ് ഓഫ് മെഷീനറി, പ്ലാന്റ്, ഫർണിച്ചർ ഓർ ബിൽഡിംഗ് ദ ഫോളോയിങ് ഡിഡക്ഷൻസ് ക്യാൻ ബി മെയ്ഡ്. അതായത് മെഷീനറീസ്, പ്ലാന്റ്, ഫർണിച്ചേഴ്സ്, ബിൽഡിംഗ്, ഇതിനുള്ള ലെറ്റിംഗ്, അതായത് ലെറ്റ് ഔട്ടിന് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഫിക്സ്ഡ് അസറ്റ്സ് ലെറ്റ് ഔട്ടിന് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഇൻകംസിൻ്റെ കേസിൽ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ ഡിഡക്റ്റ് ചെയ്യാം. എക്സ്പെൻഡിച്ചർ ഓൺ റിപ്പയർ, അതായത് അസറ്റ് ആവുമ്പോൾ റിപ്പയർ ഉണ്ടാവും, കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അത് റിപ്പയർ ചെയ്യണം, അതിൻ്റെ മുകളിൽ വരുന്ന എക്സ്പെൻസസ്. ഇൻഷുറൻസ് പ്രീമിയം, അതായത് ചില ഫിക്സ്ഡ് അസറ്റ് ഇൻഷുർ ചെയ്യും, അപ്പോൾ നമ്മൾ മന്ത്ലി അല്ലെങ്കിൽ ഇത്ര ഒരു പീരിയോഡിക്കലി നമ്മൾ എന്ത് ചെയ്യണം, ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടക്കണം, അപ്പോൾ ആ പ്രീമിയം ഡിഡക്റ്റ് ചെയ്യാം. ദെൻ ഡിപ്രിസിയേഷൻ, ഫിക്സ്ഡ് അസറ്റ് ആകുമ്പോൾ ഡിപ്രിസിയേഷൻ ഉണ്ടായിരിക്കും, അപ്പോൾ ആ ഡിപ്രിസിയേഷൻ എമൗണ്ടും ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും അസറ്റ്സ് ലെറ്റ് ഔട്ടിന് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഇൻകംസിൻ്റെ കേസിൽ എക്സ്പെൻഡിച്ചർ ഓൺ റിപ്പയർ, ഇൻഷുറൻസ് പ്രീമിയം, ഡിപ്രിസിയേഷൻ, ഇത് 3ഉം ഡിഡക്റ്റബിൾ ആണ്. ഓക്കെ, ഇനി ഫിഫ്ത്ത് വൺ, ഇൻ ദി കേസ് ഓഫ് ഫാമിലി പെൻഷൻ റിസീവ്ഡ് ബൈ വിഡോ ഓർ ഹയേഴ്സ് ഓഫ് ഡിസീസ്ഡ് എംപ്ലോയി, എ ഡിഡക്ഷൻ ഓഫ് 1/3 ഓഫ് സച്ച് ഇൻകംസ് ഓർ ₹15,000 വിച്ച് എവർ ഇസ് ലെസ്. നമ്മൾ ഫാമിലി പെൻഷൻ്റെ കേസ് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൽ പറഞ്ഞപ്പോൾ നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. ഫാമിലി പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഡിഡക്റ്റബിൾ ആണ്, അതിൻ്റെ ലിമിറ്റ് ഉണ്ട്. എത്രയാണോ ഫാമിലി പെൻഷൻ കിട്ടുന്നത് അതിൻ്റെ 1/3 പോർഷൻ കാണുക. ദെൻ 15,000 വെച്ച് കമ്പയർ ചെയ്തിട്ട് ഏതാണോ ലെസ് അത് ആക്ച്വൽ ഫാമിലി പെൻഷൻ റിസീവിൽ നിന്നും ലെസ് ചെയ്യാവുന്നതാണ്. Then sixth one, in the case of income from subletting of a house, rent, repair charge etc. can be deductible. അതായത് സബ്ലെറ്റിങ്ങിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ, സബ്ലെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം വീട് ഒരാൾക്ക് ലെറ്റ് ഔട്ടിന് കൊടുക്കുകയാണ്, ആ ഒരു ടെനൻറ്റ് വേറൊരാൾക്ക് ലെറ്റ് ഔട്ടിന് കൊടുക്കുന്നതിനാണ് സബ്ലെറ്റിംഗ് എന്ന് പറയുന്നത്. ആ കേസിൽ റെൻറ്റ്, റിപ്പയർ ചാർജസ് ഒക്കെ ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. ഓക്കെ, ഇനി സെവൻത്ത് വൺ, ഫ്രം ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ റിസീവ്ഡ് 15% ഓഫ് സച്ച് ഇൻകം ക്യാൻ ബി ഡിഡക്റ്റബിൾ. അതായത് കോമ്പൻസേഷൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ അത് റിസീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയാണോ ഇൻകം റിസീവ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ 50%, 50% ഡിഡക്റ്റഡ് ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ, എനി അതർ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ്
only or exclusively for the purpose of earning an income is deductible. അതായത് നമ്മളിപ്പോൾ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല എക്സ്പെൻസസും ഇൻകേർഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ടോ അല്ലെങ്കിൽ അതിന് മാത്രം എക്സ്ക്ലൂസീവ്ലി എന്തെങ്കിലും എക്സ്പെൻസസ് ഇൻകർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസസ് ഡിഡക്റ്റബിളാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു ഇൻകം ആയിക്കൊള്ളട്ടെ അങ്ങനെ. പക്ഷെ അതിൽ വിന്നിങ് ഫ്രം ലോട്ടറിയുടെ കേസിൽ അത് അലൗഡ് അല്ല. വിന്നിങ് ഫ്രം ലോട്ടറി എന്ന് പറഞ്ഞാൽ നമുക്ക് ലോട്ടറി ഇൻകം ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോട്ടറി എടുക്കണം. അപ്പോൾ ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോട്ടറി ടിക്കറ്റ് നമുക്ക് സംബന്ധിച്ചിടത്തോളം എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ഈ ലോട്ടറി ടിക്കറ്റിൻ്റെ മുകളിൽ വരുന്ന കോസ്റ്റ്, ആ ഒരു എക്സ്പെൻഡിച്ചർ ഈ ഒരു കേസിൽ അലൗഡ് അല്ല. ഓക്കെ, അപ്പോൾ വിന്നിങ് ഫ്രം ലോട്ടറി കോസ്റ്റ് ഓഫ് ലോട്ടറി ടിക്കറ്റ്സ് പർച്ചേസ്ഡ് കനോട്ട് ബി ഡിഡക്റ്റബിൾ. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ഡിഡക്റ്റബിൾ ആയിട്ടുള്ളത്, ഡിഡക്ഷൻസിന് അലൗഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഇൻകം ഫ്രം അതർ സോഴ്സസിലെ ക്ലാസ്സസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഒരു പാർട്ടും കൂടി ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊന്ന് രണ്ട് ക്വസ്റ്റ്യൻസും കൂടി ആൻസർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. എന്നാലാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാം അടുക്കാറായില്ലേ, സോ മാക്സിമം ഷെയർ ചെയ്യാം. പിന്നെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.